നമുക്ക് ഭ്രമരയ്ക്ക് മോയ്സ്ചറൈസർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫേസ് ക്രീം എന്നാണ് കേട്ടോ, ഭ്രമര ഫേസ് ക്രീം എന്നാണ് നമ്മൾ ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടെണ്ണം എന്തിനാണെന്നാണ് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത്. ഇത് രണ്ടെണ്ണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലായ്പ്പോഴും ചെയ്യുന്നത് പോലെ സ്കിൻ കെയർ മെയിനായിട്ടും നമ്മൾ സ്കിൻ അനുസരിച്ചിട്ട് വേണം കെയർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല. നമ്മൾ ഇപ്പം ഓയിലി സ്കിൻ ആണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഡ്രൈ സ്കിന്നിൻ്റെ ആയിരിക്കും എടുത്ത് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പിമ്പിൾസ് വരാം. അതുപോലെ തന്നെയാണ് ഡ്രൈ സ്കിന്നുകാർ ശരിക്കും ഈ ഓയിലി സ്കിന്നിൻ്റെ ഒക്കെ എടുത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് മോയ്സ്ചറൈസർ ആവില്ല. കാരണം ഇത് രണ്ടും ഇപ്പം ഓയിലി ആണെങ്കിലും ഡ്രൈ ആണെങ്കിലും ഈ രണ്ട് ടൈപ്പ് ഓഫ് സ്കിന്നിനും നമ്മൾ കോമ്പോസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലി ടു നോർമൽ റേഞ്ച് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓയിലി സ്കിൻ ഉള്ളവരും നോർമൽ സ്കിൻ ഉള്ളവർക്കും ഒരു ഫേസ് ക്രീമും, ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഒരു ഫേസ് ക്രീമും, അങ്ങനെയാണ്. കാരണം ഡ്രൈ സ്കിൻ ഉള്ളവരുടെ ഞാൻ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് കുറച്ച് എക്സ്ട്രീമായിട്ട് നമുക്ക് മോയ്സ്ചറൈസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അതിൽ വേണം. അപ്പം ഓയിലി സ്കിൻ ആണെങ്കിൽ ഇപ്പം നിങ്ങൾ ഓയിലി സ്കിന്നുകാർക്കും നോർമൽ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇതിനകത്ത് ബാക്കി കോമ്പോസിഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ളത്. സോ അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ആദ്യം അറിയുക, അതിനുശേഷം മാത്രം ഫേസ് ക്രീം സെലക്ട് ചെയ്യുക. അപ്പോൾ ആദ്യം ഞാൻ ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്, പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ്, ഇത് കാണാൻ എങ്ങനെയാണെന്നൊക്കെ അറിയണ്ടേ. സോ അപ്പോൾ അത് കാണിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് യൂസ് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലി ടു നോർമൽ സ്കിൻ ആണ്. കാരണം എൻ്റെതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ സ്കിൻ ആണ്. അപ്പോൾ ഇതാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എപ്പോഴും നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരുപാട് ഫേസ് വാഷ് ഒക്കെ ഉപയോഗിച്ച് പതപ്പിച്ച് അങ്ങനെ കഴുകണം എന്നൊന്നുമില്ല. പ്ലെയിൻ വാട്ടറിലായാലും ഒന്ന് ക്ലെൻസ് ചെയ്യുക, ദെൻ വൈപ്പ് ചെയ്യുക, ദെൻ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ കുറച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ, ഒരുപാടൊന്നും എടുക്കണ്ട. ഒന്ന് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ഡോട്ട്സ് ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ നെക്കിലും അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് വളരെ ഈസിലി അബ്സോർബ് ചെയ്യുന്ന ഒരു പാറ്റേണിലാണ് നമ്മളിതിൻ്റെ കോമ്പോസിഷൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് 100% ഓർഗാനിക് ആയിട്ടുള്ളതാണ്. നിങ്ങൾക്കിപ്പം പിമ്പിൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, ആക്നെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന്, ഞാനിപ്പോൾ അത്യാവശ്യം എനിക്ക് വേണ്ട ഒരു എമൗണ്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ നെക്കിലായാലും മുഖത്തായാലും വളരെ പെട്ടെന്ന് ഈസിലി അബ്സോർബ് ആവും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു 3 times വരെയൊക്കെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല. കാരണം കുറേ ഇതിൽ എന്നോട് ചിലർ ചോദിക്കാറുണ്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതിന് ഇത്ര ടൈം അങ്ങനെ ഉണ്ടോയെന്ന്. 3 പ്രാവശ്യമൊക്കെ ധാരാളമാണ് കേട്ടോ. ഈവൻ ഡ്രൈ സ്കിൻ ഉള്ളവർക്കും 3 times ഒക്കെ ധാരാളം തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ ഡെയിലി അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സ്കിൻ എത്ര ഹൈഡ്രേറ്റഡ് ആൻഡ് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആവുന്നുണ്ടെന്നുള്ളത്.